ശ്രീകുട്ടിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് ഡോക്ടർ പറയുന്നത്? ഡോക്ടർ രാവിലെ ഞങ്ങളെ വിളിപ്പിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവളുടെ ഹെഡ് ഇഞ്ചുറി എന്ന് പറയുന്നത് ഓപ്പറേഷൻ ചെയ്തൊന്നും മാറ്റാൻ പറ്റുന്ന സ്ഥലത്തല്ല ഉള്ളത്. അത് കാലക്രമേണ അവളുടെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് അത് മായേണ്ടത്. പക്ഷേ അവൾക്ക് ഓർമ്മക്കുറവോ അല്ലെങ്കിൽ ഒരു ഭാഗം തളർന്നു പോകാൻ സാധ്യതയോ അങ്ങനെയൊക്കെ ഉണ്ടാകാം എന്ന് പറയുന്നുണ്ട്. പിന്നെ 2 ലിറ്റർ വെള്ളത്തോളം കൊടുത്തിട്ടും അവളിപ്പം യൂറിൻ കുറച്ചേ പോകുന്നുള്ളൂ. പിന്നെ കളർ ചേഞ്ച് ഉണ്ട്, കിഡ്നിക്ക് ചെറിയ എന്തോ വേരിയേഷൻ അല്ലേ, ഇതുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ പനിയുണ്ട്. ബാക്കി മുറിവുകളും കാര്യങ്ങളൊക്കെ മാറ്റാം. എന്നാലും ഹെഡ് ഇഞ്ചറി തന്നെയാണ് അവർ മെയിനായിട്ട് ഒരു കാരണം പറയുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഓപ്പറേഷൻ ചെയ്ത് മാറ്റാൻ പറ്റുന്നതല്ല അത്. പിന്നെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ നിൽക്കുന്നത്, ഇപ്പോൾ വായിൽ കൊടുത്തേക്കുന്നത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അത് കഴുത്തിൽ കൂടി ഇടേണ്ടി വരാം എന്നും പറയുന്നുണ്ട്. കുഞ്ഞിനിപ്പം അവര് ഏതെങ്കിലും രീതിയിലുള്ള വെള്ളമോ ഫുഡോ എന്തെങ്കിലും കൊടുക്കാൻ ട്രൈ ചെയ്തോ? ഫുഡ് കൊടുക്കും, ട്യൂബിൽ കൂടി അവർ ഫുഡും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. മോള് കല്യാണം കഴിച്ചതാണ്. ഭർത്താവ് വന്നിട്ട് അവന് സുഖമില്ലാതെ വേറൊരു സ്ഥലത്താണുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ വരാൻ പറ്റാത്ത, മഞ്ഞപ്പിത്തമാണ് അവന്. അപ്പോൾ കുറച്ച് ദിവസത്തിനകത്ത് ഒരു 3-4 ദിവസത്തിനകത്ത് അവൻ എത്തും. കാരണം നമുക്ക് തന്നെ ഇപ്പോൾ ICU കയറുന്നതിന് പരിമിതികളുണ്ട്. എപ്പോഴും നമുക്ക് ഓടിച്ചെന്ന് കയറാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലല്ലോ. അപ്പോൾ അതിൻ്റെതും കൂടെ വെച്ചിട്ടാണ് അവന് അറിഞ്ഞിട്ടുണ്ട്, കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അവന് വരണമെന്നുള്ളതിലാണ് അവന് ഇരിക്കുന്നത്. പക്ഷെ അവൻ്റെ സാഹചര്യം ഇപ്പം മോശമായതുകൊണ്ടാണ് എത്തിപ്പെടാൻ പറ്റാത്തത്. മഞ്ഞപ്പിത്തമായിട്ട് നമുക്ക് ICUവിനകത്ത് കയറ്റി വിടത്തില്ല. ഒരു ജലദോഷമായിരുന്നു, നമുക്ക് എന്തൊരു അസുഖം ഉണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് കയറാൻ പറ്റത്തില്ല. കാരണം കുട്ടി അത്രയും ക്രിറ്റിക്കലായിട്ട് കിടക്കുവാണ്. അതുകൊണ്ട് അവന് ഡോക്ടർ തന്നെ പറഞ്ഞു, അവൻ്റെ അസുഖത്തിന് നല്ല ഭേദം വന്നതിന് ശേഷമേ അവനെ നമുക്ക് ആശുപത്രിയിലോട്ട് കയറ്റാൻ പറ്റും. അതുകൊണ്ട് അവൻ ഭയങ്കരമായ വിഷമത്തിലാണ്. ഞാൻ ആ വീട്ടിലെ അവസ്ഥകളും ഒക്കെ അറിയുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഒരു വാടക വീട് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു എക്സ്പെൻസ് ഉണ്ട്, മാസം അതിന് വാടക കൊടുക്കണം. പിന്നെ ബാക്കിയുള്ള ആ കുടുംബം എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ, എങ്ങനെ കഴിഞ്ഞാണ് പോകുന്നത്? ഇവിടെ നമ്മൾ ഫുൾ ടൈം ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്, ഈ കൊച്ചിന് കാവലായിട്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഒരവസ്ഥ എന്ന് ചോദിച്ചാൽ, ഞാൻ ജോലിക്ക് പോയിട്ട് തന്നെയാണ് എൻ്റെ കുടുംബം ഞാൻ നോക്കുന്നത്. ഞാൻ ഇവിടുത്തെ എൻ്റെ വീട് വാടകയ്ക്ക് തന്നെയാണ്, അത് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ അമ്മ പടക്കെട്ടാൻ പോകുന്നുണ്ട്, അതിൻ്റെ ചെറിയൊരു വരുമാനം അമ്മയ്ക്ക്, അതും അമ്മേൻ്റെ കാര്യങ്ങൾക്കും ഒക്കെ അങ്ങനെ പോകുന്നുണ്ട്. എന്നാൽ പോലും ഞാൻ തന്നെ നോക്കണം. ഇപ്പം എനിക്ക് ജോലിക്കാൻ പറ്റാത്തതിന് എൻ്റെ മോക്ക് ഓക്കെ ആയി, എൻ്റെ കയ്യിൽ അവൾ ഓക്കെ ആയി, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റും, എനിക്ക് എൻ്റെ മോൾ ഓക്കെ ആണ് തോന്നുന്നവരെ എനിക്ക് എൻ്റെ മോളെ നോക്കിയേ പറ്റുള്ളൂ. അതുവരെ എങ്ങനെയെന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യം ചിഹ്നമാണ് എൻ്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. ആഹാരം കഴിച്ചിട്ടോ വെള്ളം കുടിച്ചിട്ടോ തന്നെ ഈ അമ്മയുടെ ഒപ്പം ഇരിക്കുന്ന കുഞ്ഞമ്മ അല്ലേ, വല്യമ്മയും ഒക്കെ അത്രയധികം അവർ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇവിടെ ഞാൻ വന്ന് കാണുമ്പോഴും അങ്ങനെ തന്നെ നമുക്കറിയാം ഒരു കുടുംബത്തിന്റെ വേദന, ഇത് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ. ആർക്കും ഇങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്നാണ് അവർ പറയുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള സഹായം ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഇതുവരെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? റെയിൽവേയിലെ പോലീസുകാരൊക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ മാഡം ലേഖാമ്മയും വന്നിട്ടുണ്ട്. രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങി തന്നിട്ടാണ് പുള്ളിക്കാർ പോയത്. പിന്നെ വൈകിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യം ഞങ്ങൾക്ക് അത് അതൊരിക്കലും ഒരു ഓഫീസർ ഞങ്ങൾക്ക് ചെയ്യുന്ന രീതി ആയിട്ടല്ല ഞങ്ങൾക്ക് ഫീൽ ആയത്. ഞങ്ങൾക്ക് ചെയ്തു തന്നതുപോലെയാണ് നമുക്കത് തോന്നിയത്. അല്ലാതെ നമുക്കൊരു മേലുദ്യോഗസ്ഥ വന്ന് നമുക്ക് ചെയ്തതുപോലെയല്ല, നമ്മുടെ കൂടെ നമുക്ക് തന്നതുപോലെ നമുക്കത് ഫീൽ ചെയ്തു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചോണ്ട് തന്നു മാഡത്തിന്റെ കയ്യിൽ നിന്ന് പൈസ. അതുപോലെ തന്നെ അവര് ഇന്നലെ വന്ന സാർമാരെല്ലാരും അത് തന്നെ, അവരൊരിക്കലും ഒരു പോലീസാണ് അല്ലെങ്കിൽ ഞങ്ങൾ നല്ലൊരു പദവി ഇരിക്കുന്ന ആൾക്കാരെന്ന രീതിക്കല്ല ഞങ്ങളൊക്കെ സംസാരിച്ചത്. കൂടെ ഉണ്ട്, വിഷമിക്കണ്ട, ഒന്നും സംഭവിക്കില്ല, ഒരു ധൈര്യം തന്നിട്ട് തന്നെയാണ് എല്ലാവരും പോയി. ഇവർക്ക് ഇന്നലെ നമ്മൾ പോയി കണ്ടതാണ് അവരുടെ വീടൊക്കെ. ഒരു തണല് ഇല്ലാത്ത ഒരു കുടുംബമാണ് കേട്ടോ. ഏതൊക്കെയോ വിധി കൊണ്ട്, ഏതൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ആൺതുണ പോലും ഇല്ലാതായി പോയ കുറെ പാവം 3 സഹോദരിമാര്. അതിലെ ഒരു കുട്ടിയുടെ ഇളയ ആളിന്റെ മോളാണ് ഇപ്പൊ നമ്മുടെ എല്ലാം ആയ ശ്രീകുട്ടി. അവർക്ക് ഈ ജീവിത പ്രാരാബ്ധത്തിൽ നിന്ന് കരകയറാനുള്ള ഒരു പൊരിഞ്ഞ പോരാട്ടത്തിലായിരുന്നു ആ കുടുംബത്തിലെ എല്ലാവരും, എല്ലാ രീതിയിലും. ഈ സാഹചര്യത്തിൽ ഈ നാടും മനസ്സാക്കി എല്ലാ പേരും അവരോടൊപ്പം നിൽക്കണമെന്നാണ് നമ്മുടെ അപേക്ഷ. ബാംഗ്ലൂരേക്ക് ജോലിക്ക് പോയത് എന്താ അമ്മ? ഇവിടെ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തില്ലേ? PSC പോലുള്ള കാര്യങ്ങളിലൊന്നും
ഇല്ല, ഞാൻ ഇവിടെ നമ്മൾ പ്രൈവറ്റിൽ പോയാലും അല്ലാതെ ആയാലും നമുക്ക് തുച്ഛമായ ശമ്പളമാണ് കിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ 2 മക്കളെയും അവരെ പഠിപ്പിച്ച്, കാരണം ഞാൻ 2014 ഞാൻ ഹസ്ബൻഡായിട്ട് പിണങ്ങി വന്നതാണ്. അപ്പൊ എൻ്റെ മക്കൾ 2 പേരും നല്ല ചെറിയ കുട്ടികളാണ്. അവരുടെ മുമ്പോട്ടുള്ള പഠിത്തവും പിന്നെ വീട്ടിലെ ചെലവും വാടകയും എല്ലാം കൂടി എനിക്ക് ഇവിടുത്തെ ഇതിൽ പറ്റില്ല. അങ്ങനെയാണ് പിന്നെ ബാംഗ്ലൂര് ആകുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സാലറി കിട്ടും, എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ ജോലിക്ക് പോയത്. ആ പിണക്കം ഹസ്ബൻഡുമായിട്ട് വന്നത് മദ്യപാനത്തെ തുടർന്നാണോ? ഇതൊക്കെ എന്റെ ചോദ്യമല്ല കേട്ടോ. അദ്ദേഹവും ഇല്ലല്ലോ, ഇപ്പോ ഒരാൺതുണ ഇല്ലാതെ നിൽക്കുകയാണല്ലോ. എന്താ അദ്ദേഹം ഇതറിഞ്ഞിട്ട് വരാൻ ചാൻസ് ഉണ്ടോ? അത് പിണക്കം തന്നെയാണോ പൂർണ്ണമായിട്ട്? മദ്യപാനം തന്നെയാണ്, മദ്യപാനത്തിന്റെ പേരിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയിട്ടുള്ളത്, എന്നെ ഉപദ്രവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മക്കൾക്ക് ഞാൻ വേണം എന്നുള്ള ചിന്ത, എൻ്റെ മക്കളെ ഞാനും നോക്കുന്ന വേറൊരാൾ നോക്കില്ല എന്നുള്ളൊരു ചിന്ത വളർന്നത് കൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് എൻ്റെ കുട്ടികളെയും കൊണ്ട്. പിന്നെ പുള്ളിക്കാരൻ അറിഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്ന് കാണാൻ ഇതുവരെ എന്നെയോ അല്ലെങ്കിൽ വേറെ ആരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. വരണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ല. ഇത്രയും വർഷമായിട്ട്, 10-12 വർഷമായിട്ട് 1 രൂപ പോലും എൻ്റെ മക്കൾക്ക് തന്നിട്ട് അവര് കഴിച്ച്, അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു വരുമാനം കൊണ്ട് അവർക്ക് ഒരു ഡ്രസ്സ് പോലും ഞാൻ വാങ്ങിച്ചോട്ടെ, ഞാൻ തന്നെയാണ് അവരെ കാര്യങ്ങൾ സകലം നോക്കിയത്. അതുകൊണ്ട് പിന്നെ അയാൾ വരണമെന്ന് എനിക്കൊരു താല്പര്യവും ഇല്ല. മദ്യപാനവും ദേഹോപദ്രവവും ഒക്കെ ആയിരുന്നോ? അതെ അതെ, നല്ല രീതിക്ക് എന്റെ ദേഹത്ത് കാണുന്ന പാടുകളൊക്കെ അയാൾ എനിക്ക് തന്നത്. അവിടെ തന്നെ അവള് ജീവിച്ചിരുന്നെങ്കിൽ മനസ്സിലായില്ല. എന്റെ ഈ ചുണ്ടത്ത് കാണുന്ന പാടും ഈ കയ്യിൽ കാണുന്ന പാടും ഇതെല്ലാം അയാൾ എനിക്ക് സമ്മാനിച്ചത്. കൈയെല്ലാം അടിച്ചു പൊട്ടിച്ച് ഇതെല്ലാം പാടാണ്. ഇതെന്ത് പറ്റിയതാ? ഇത് കുപ്പി ഗ്ലാസ് എടുത്ത് എറിഞ്ഞ് പൊട്ടിച്ചപ്പം ഇത് അടിച്ചു പൊട്ടിച്ചതാ. അങ്ങനെ ഞാൻ ഇവിടെ ഇന്നും അയാൾ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഈ ഭൂമിയുടെ മേലിൽ കാണത്തില്ലായിരുന്നു. കാരണം ആ മാതിരിയാണ് അവളെ അടിച്ചു കിടത്തിയിട്ടുള്ളത്. ശാരീരിക ഉപദ്രവം, വെട്ടുകത്തിയെങ്കിൽ വെട്ടുകത്തി, പിച്ചാത്തിയെങ്കിൽ പിച്ചാത്തി. ഒരു മനസ്സിനൊരു ദാക്ഷിണ്യം ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. ഇത് ജീവിതത്തെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. കാരണം അവള് അനുഭവിച്ചത് അത്രയ്ക്കുണ്ട്. കുഞ്ഞുങ്ങൾ കൊച്ചായിരുന്ന കാലം മുതൽ അയാളുടെ അടിയും ഇടിയും വഴക്കും ബഹളവും. ഒരു ദിവസം ഞാൻ ഇവളെ കാണാൻ ചെല്ലുമ്പോൾ തന്നെ അടിച്ച് കിടത്തിയിട്ട് ടാങ്കിലെ വെള്ളം കോരി ഒഴിക്കുകയാണ്. ഇവൾക്ക് ബോധമില്ല, അടിച്ച് കിടത്തി ബോധമില്ലാതെ കിടക്കണ വ്യക്തിയുടെ മണ്ടയിൽ കൂടെ വെള്ളം കോരി ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് മദ്യപാനിയാണ്. അത് ഒരു ശകലവുമില്ല, നല്ല രീതിയാണ്, നല്ല ശാരീരിക ഉപദ്രവവും ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ അതിനെ കുറിച്ച് കംപ്ലൈന്റ് ഒന്നും ചെയ്തില്ലായിരുന്നോ? ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒത്തീർപ്പാക്കും, പിന്നെയും തിരിച്ചു പോവും, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അവസാനം നിവർത്തി കെട്ടാണ് അവൾ കളഞ്ഞിട്ട് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ വരെ വന്ന് നിന്നിട്ടുണ്ട്, ഒളിച്ച് അവിടെ വരെ വന്നിട്ടുണ്ട് തിരക്കി. ഈ 2 പിള്ളേരെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം അവിടെ എല്ലാം തിരക്കി വന്നിട്ടുണ്ട്. ഈ ശ്രീകുട്ടിയുടെ അനുജൻ, അവന് എത്ര വയസ്സായി? ശ്രീകുട്ടിയുടെ അനിയനല്ല, ചേട്ടനാണ്. എത്ര വയസ്സായി കുട്ടിക്ക്? അവനിപ്പോ 21 വയസ്സ് കഴിഞ്ഞു. ജോലി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ജോലിയില്ല. അവൻ ആയുർവേദ നഴ്സിംഗ് പഠിച്ചിട്ട് അങ്ങനെ പ്രൈവറ്റിലടുത്തൊക്കെ ഇങ്ങനെ പോവും. പ്രൈവറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ വലിയ ശമ്പളം ഉള്ളതല്ല. ആ വീട്ടിൽ എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം ഉള്ളവരല്ലേ? വിദ്യാഭ്യാസം ഉള്ളവരാ. ഞങ്ങള് വിദ്യാഭ്യാസം മാത്രമല്ല, ഞങ്ങള് രണ്ടുപേരും ഇവിടെ സ്റ്റേറ്റ് ലെവലൊക്കെയാ സ്വിമ്മിങ്ങില്, ഞാൻ നാഷണൽ ലെവലാ. അങ്ങനെ നമ്മൾ സ്വിമ്മിങ്ങിലൊക്കെ നല്ല ഇതുള്ളവരായിരുന്നു. പക്ഷെ എന്തോ നമുക്ക് ഒരു ജോലി സംബന്ധമായി ഞങ്ങൾക്ക് ആർക്കും ജോലി കിട്ടിയില്ല. അതേപോലെ ഞങ്ങളുടെ മക്കളും അങ്ങനെയായി. അതൊക്കെ ദൈവത്തിന്റെ ഒരു വിധിയായിരിക്കും, നമ്മളിങ്ങനെയൊക്കെ അനുഭവിക്കണമെന്നുള്ളത്. പിന്നെ അതുപോലെ ഇപ്പം ഞങ്ങൾ നേരിട്ടോണ്ടിരിക്കുന്ന പ്രയാസം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ കുട്ടി എഴുന്നേറ്റ് വന്നാൽ അവൾ വരും എന്ന് നമുക്ക് നമ്മുടെ മനസ്സ് നല്ല പൂർണ്ണ ഇതുണ്ട്. വന്നാലും ഇനി ഇവൾക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഇവൾക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. കാരണം കുഞ്ഞിനെ നമ്മൾ ഒത്തിരി നാൾ ഇനി അവൾക്ക് അതിൻ്റെതായ കെയറും കാര്യങ്ങളും കൊടുക്കണം. അപ്പോൾ അവൾക്കുള്ള ജീവിതത്തിൽ തന്നെ ഡോക്ടർ ഇപ്പം പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കിൽ ഇത് സർജൻ ചെയ്ത് മാറ്റാൻ പോകുന്ന ക്ഷതമല്ല തലയിൽ. അപ്പം അത്രയും വീര്യമുള്ള ക്ഷതങ്ങളാണ്. അപ്പം ഈ ക്ഷതം സ്വാഭാവികം മാറണമെന്ന് പറയുമ്പോൾ കാലങ്ങൾ എടുക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഞങ്ങൾ സത്യം പറഞ്ഞാൽ 2 കൈ വിട്ട് നിൽക്കുവാണ്, എന്ത് ചെയ്യണമെന്ന്. അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിൽ ആ കൊച്ചിനെ ഒറ്റയ്ക്ക് കിടത്തിയിട്ട് നിങ്ങൾക്ക് ഇനി ജോലി തേടി പോകാനൊന്നും പറ്റില്ല. അവൾ എഴുന്നേറ്റ് നടക്കാറാവുന്നത് വരെ ആ കുട്ടിക്ക് ആ വീട്ടിൽ കാവലുണ്ടായാലേ പറ്റുള്ളൂ, മറ്റൊന്നിനും പോകാൻ കഴിയില്ല. തുറപ്പില്ലാത്ത വീടിന്റെ മാത്രമല്ല, വാടക വീടാണ്. വാടക കൊടുത്തില്ലെങ്കിൽ അവർ ഞങ്ങളെ ഇറക്കി വിടും. ഞങ്ങളെ എന്നല്ല, എൻ്റെ അനിയത്തെയും കുഞ്ഞുങ്ങളെ ഇറക്കി വിടും. കാരണം അവർക്ക് വാടക കൊടുക്കണമല്ലോ. ജോലിക്ക് പോകാൻ പറ്റാതിരുന്ന നമ്മൾ വാടക എങ്ങനെ കൊടുക്കും? വാടക കൊടുക്കാതെ കാരണം വസ്തു പോലും ഇല്ല. നമുക്ക് വസ്തു ഉണ്ടെങ്കിൽ അങ്ങോട്ടൊരു ചെറിയ മാടം പോലെ വെച്ച് കെട്ടിയെങ്കിലും താമസിക്കാം. വസ്തുവില്ല, വീടില്ല. ഇപ്പൊ ഇവിടെ ജോലിക്ക് പോയിരുന്ന വാടക കൊടുക്കാനും പറ്റില്ല. ആ ഒരു അവസ്ഥയിലാണ്. ഞാനിപ്പോൾ
അവന്റെ വീഡിയോ കാണുന്നുണ്ട്, ബാറിലിരുന്ന് സന്തോഷത്തോടെ ചിരിച്ച് വെള്ളം അടിക്കുന്ന ഒരു വീഡിയോ ഇപ്പൊ കണ്ടായിരുന്നു. ഇപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് ആരുടെ ഭാഗത്തുനിന്നായാലും ഇപ്പം അവരുടെ കുടുംബ ഫാമിലി ആയാലും അയാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരുവിധം നല്ല നിലനിൽക്കുന്ന ആൾക്കാരാണ്. ഇനി ഒരു കോംപ്രമൈസ് എന്ന രീതിക്ക് ആരും വരാനോ അല്ലെങ്കിൽ അതിന് ഞങ്ങളെ ആരും റെഡിയല്ല. കാരണം എൻ്റെ കുഞ്ഞാണ് കിടക്കുന്നത്. എൻ്റെ കുഞ്ഞിനോട് ഇത്രയും ക്രൂരത ചെയ്തവനെ മാക്സിമം അവന് എന്ത് ശിക്ഷ കിട്ടുമോ അത് കിട്ടണം അവന്. അത് കിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് എൻ്റെ ജീവനാണ്, എൻ്റെ ജീവിതമാണ് എൻ്റെ 2 മക്കൾ. ആ 2 മക്കളിൽ ഒരാളാണ് ഇപ്പം ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ. അതെങ്ങനെ പറയണത് പോലും അറിയില്ല എനിക്ക്. ആ ലെവലിൽ കിടക്കുമ്പോൾ അതാരോ അവൻ്റെ കാശ് കൊടുത്ത് കള്ളും നാച്ച് കുടിച്ച് അവൻ്റെ തലയ്ക്ക് പിടിച്ചപ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് എൻ്റെ കുഞ്ഞാണ്. ഇനി ഒരു കുഞ്ഞുങ്ങൾക്ക് ഇതുപോലൊന്നും വരാനും പാടില്ല. എന്നെപ്പോലെ ഒരു അമ്മ ഇനി ഇതുപോലെ ഇരുന്ന് നിലവിളിച്ച് സങ്കടപ്പെട്ട് എൻ്റെ കുഞ്ഞെ നിലവിളിച്ച് ഇനി ഇരിക്കാനൊരവസ്ഥ ഉണ്ടാവരുത്. ഓരോ നിമിഷവും ജീവന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകുട്ടി എന്ന 19കാരി. ഇന്നലത്തെ പോലെയല്ല ഇന്ന് അവളുടെ കാര്യം. ഇന്നലെയൊക്കെ അവൾ റെസ്പോൺസ് ചെയ്തു എന്ന സന്തോഷ വാർത്തയായിരുന്നു ആ മാതാവ് പങ്കിട്ടത്. ഇന്ന് നമ്മളോട് പറയുന്നത് ഇന്ന് വിളിച്ചിട്ട് ഒന്നും അനക്കമില്ല, മിണ്ടുന്നില്ല എന്നൊക്കെയാണ്. കുഞ്ഞിനെ സ്കാനിങ്ങിന് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. ഒപ്പം പല പല സോഷ്യൽ മീഡിയയിൽ താഴെ വീഡിയോകളുടെ അടിയിൽ വരുന്നിടുന്ന കമൻറ്റുകൾ പലതും വളരെ വേദനിപ്പിക്കുന്നതാണ്. ഒരുപക്ഷെ ഗവൺമെൻറ് തന്നെ നേരിട്ട് നോക്കുന്ന ഒരു കൺസേണുള്ള ഒരു വിഷയമാണ് ഈ ശ്രീകുട്ടിയുടേത്. മുമ്പ് സൗമ്യ, ഇപ്പോൾ ശ്രീകുട്ടി, അടുത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടായിക്കൂടാ എന്ന രീതിയിൽ അലേർട്ടാണ്. അതുകൊണ്ട് തന്നെ അവർ കണ്ട വസ്തുതകൾ, ഇങ്ങനെയുള്ള മോശം കമൻറ്റുകൾ ഇടുന്ന സ്ക്രീൻഷോട്ടുകൾ കളക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. വളരെ പരിതാപകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബത്തിൻ്റെ ദുരവസ്ഥയിൽ മനസാക്ഷിയുള്ള നമ്മളെല്ലാം ഒപ്പം നിൽക്കണം എന്ന് തന്നെയാണ് സാഫ്രോൺ മീഡിയയ്ക്ക് പറയാനുള്ളത്. നേരിട്ട് കണ്ടതിൻ്റെ ആ ഒരു ഷോക്കിൽ നിന്നും കേട്ട വർത്തമാനങ്ങളുടെ ദുരിതങ്ങളുടെ ആ വ്യസനത്തിൽ നിന്നും ഇപ്പോഴും ഞാനും ഫുൾ മോചനം നേടിയിട്ടില്ല, പറ്റുന്നില്ല. അതുകൊണ്ട് കഴിയുന്നതും നമ്മൾ അവരോടൊപ്പം പ്രാർത്ഥനാരൂപത്തിലെങ്കിലും ഒപ്പമുണ്ടാവണം എന്നാണ് എൻ്റെയും അപേക്ഷ.